നമസ്കാരം. ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനഹിതമാണ്. പക്ഷെ ആ ജനഹിതത്തെ എങ്ങനെ സ്വാധീനിക്കാം എന്നറിയണമെങ്കിൽ മികച്ച ഒരു രാഷ്ട്രീയക്കാരന് മാത്രമേ സാധിക്കൂ. അതിനാണ് ചാണക്യതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിലെത്തിയതും മോദി മൂന്നാം തവണയും ഭരിച്ചതുമൊക്കെ കൃത്യമായ തന്ത്രങ്ങൾ കൊണ്ടുകൂടിയാണ്. ആ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ആർക്കും പിടികിട്ടാത്ത ഒരു സമസ്യയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഇത്ര വേഗതയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിലെത്തുക, ആ അധികാരത്തിൽ തുടരുക, മറ്റൊരു സംസ്ഥാനത്തെ കൂടി അധികാരം പിടിച്ചെടുക്കുക, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായി ദേശീയ പാർട്ടി പദവി നേടുക എന്നതൊക്കെ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കുമല്ലാതെ മറ്റാർക്കും സാധിച്ചിട്ടില്ല. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ രൂപപ്പെട്ട ജനതാ പാർട്ടി അടക്കം, രാജീവ് ഗാന്ധിക്കെതിരെ പടം നയിച്ച VP സിംഗ് തുടങ്ങിയ ജനതാദൾ അടക്കമുള്ള ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭവിച്ചതെന്തെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കൃത്യമായ അടിത്തറയോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി കെട്ടിപ്പൊക്കുന്നത്. 2 സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചു എന്നതിനപ്പുറം മറ്റു പല സംസ്ഥാനങ്ങളിലും സാന്നിധ്യമാകാൻ കഴിയുന്നു എന്നതാണ് ആം ആദ്മിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ചാണക്യതന്ത്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ മികവാണ് അപ്രതീക്ഷിതമായ കെജ്രിവാളിന്റെ രാജിപ്രഖ്യാപനം. 48 മണിക്കൂറിനുള്ളിൽ താൻ രാജിവെക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കെജ്രിവാൾ ഇന്നലെ രംഗത്ത് വന്നു. ഒരുപക്ഷെ ഈ വീഡിയോ പുറത്തു വരുമ്പോഴേക്കും കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചിരിക്കാം. രാജിക്ക് എന്തുകൊണ്ട് 48 മണിക്കൂർ എന്ന ചോദ്യം മാത്രമേ കോൺഗ്രസിനും BJPക്കും ഉയർത്താൻ സാധിച്ചുള്ളൂ. രാജി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ തന്ത്രപൂർവമായ രാജിയെ തള്ളിക്കളയാൻ പ്രയാസമാണ്. രാജിയിൽ അല്പമെങ്കിലും താമസമുണ്ടായാൽ അതിൻ്റെ ഒരേ ഒരു കാരണം തൽക്കാലത്തേക്ക് ചുമതലയേൽക്കേണ്ട പകരക്കാരനായ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള തർക്കം മാത്രമാവും. മനീഷ് സിസോദിയ മുഖ്യമന്ത്രിയാവട്ടെ എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന അതേ കേസിൽ കെജ്രിവാളിനേക്കാൾ ഉയർന്ന കാലം ജയിലിൽ കഴിയുകയും ഉയർന്ന കുറ്റം ചുമത്തപ്പെടുകയും ചെയ്ത മനീഷ് സിസോദിയ മുഖ്യമന്ത്രിയാവുന്നത് ഉചിതമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാൻ കാരണമായത് സെക്രട്ടേറിയറ്റിൽ പോവരുതെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഫയലുകൾ നോക്കരുതേ എന്നുമുള്ള ജാമ്യ വ്യവസ്ഥയാണ്. ED കേസിൽ കെജ്രിവാളിന് ജാമ്യം കൊടുക്കുമ്പോഴാണ് ഈ വ്യവസ്ഥകൾ വെച്ചത്. എന്നാൽ ആ വ്യവസ്ഥകൾ സുപ്രീം കോടതി എടുത്തു കളയാൻ ഒരുക്കമായില്ല. എന്നാൽ CBI കേസിൽ കഴിഞ്ഞ ദിവസം കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുമ്പോഴും ആ വ്യവസ്ഥകളെക്കുറിച്ച് മൗനം പാലിച്ചു. അതുകൊണ്ട് തന്നെ ഫലത്തിൽ കെജ്രിവാളിന് സെക്രട്ടേറിയറ്റിൽ പോവാനോ ഫയലുകളിൽ ഒപ്പുവെക്കാനോ അധികാരമില്ല. ഈ സാഹചര്യത്തിലാണ് കെജ്രിവാൾ രാജിവെക്കുന്നത്. വാസ്തവത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമ്പോൾ എല്ലാവരും കണക്കാക്കിയിരുന്നത് രാജിവെക്കുമെന്നാണ്. അങ്ങനെ ഒരു രാജിയിലൂടെ പകരക്കാരനെ കണ്ടെത്താനാവാതെ ആം ആദ്മി തകർന്നടിയുമെന്ന് അവർ കണക്കുകൂട്ടി. കെജ്രിവാളിന്റെ അഭാവത്തിൽ പുതിയൊരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ചുമതലപ്പെടുത്തിയാൽ അത് ദുഷ്കരമായ ദൗത്യമാണെന്ന് കെജ്രിവാളിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അന്ന് രാജിവെക്കാതിരുന്നത്. ഭരണഘടനയിൽ ഒരിടത്തും ജയിലിൽ പോകുന്നതിന് മുൻപ് രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നിർബന്ധിതമായി പദവി ഒഴിയേണ്ടിയും വന്നില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ രാജിവെക്കുമെന്ന് ആരും കണക്കാക്കാതിരുന്നപ്പോഴാണ് കെജ്രിവാളിന്റെ രാജി. അതുകൊണ്ട് തന്നെയാണ് ഇത് ചാണക്യതന്ത്രമായി നാടകീയ നീക്കമായി കണക്കാക്കപ്പെടുന്നത്. ജയിലിലായിട്ടും രാജിവെക്കാൻ വിസമ്മതിച്ച കെജ്രിവാൾ അധികാരമോഹിയാണ്. കെജ്രിവാളിൽ നിന്നും അധികാരം മറ്റൊരാളിലേക്ക് പോവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിൽ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് നാടകീയമായി രാജിവെക്കേണ്ട സാഹചര്യം ഇല്ലാതിരുന്നിട്ടും രാജിവെച്ചുകൊണ്ട് ആ വാദഗതിയുടെ മുനയൊടിക്കാൻ കെജ്രിവാളിന് കഴിഞ്ഞത്. വാസ്തവത്തിൽ കെജ്രിവാൾ ജയിലിൽ കഴിയുമ്പോൾ പുതിയൊരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക പ്രയാസമായതുകൊണ്ടും അത് പാർട്ടിയെ പിളർത്തും എന്നതുകൊണ്ടുമാണ് അന്ന് രാജിവെക്കാതെ കെജ്രിവാൾ പിടിച്ചു നിന്നത്. എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അധികാരം ഉപയോഗിക്കാൻ അനുവാദമില്ലെങ്കിലും പാർട്ടി ആസ്ഥാനത്ത് പോകാനും പാർട്ടിയെ നയിക്കാനും കെജ്രിവാളിന് തടസ്സമൊന്നുമില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ പറയുന്നത് മാത്രമേ പാർട്ടി നേതാക്കൾ പ്രവർത്തിക്കൂ. അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ പകരക്കാരനായി അല്ലെങ്കിൽ പകരക്കാരിയായി ആരെ നിയമിക്കും എന്നത് കെജ്രിവാളിന് തന്നെ തീരുമാനിക്കാം. കെജ്രിവാളിന്റെ തീരുമാനത്തെ എതിർക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ് പോലും പാർട്ടിയിലില്ല. അതുകൊണ്ട് തന്നെ സുഗമമായ രീതിയിൽ അധികാര കൈമാറ്റം ഉറപ്പിച്ചാണ് കെജ്രിവാൾ രാജിവെക്കുന്നത്. കെജ്രിവാളിന് പകരം ഭാര്യ സുനതയെ മുഖ്യമന്ത്രിയാക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത്തരമൊരു മണ്ടത്തരം
കേജ്രിവാൾ ചെയ്യില്ല എന്ന് വിശ്വസിക്കാനാണ് രാജ്യത്തെമ്പാടുമുള്ള ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് ഇഷ്ടം. മനീഷ് സിസോദിയയ്ക്ക് സാധ്യമല്ലെങ്കിൽ സഞ്ജയ് സിംഗോ അഷിതിയോ മുഖ്യമന്ത്രിയായേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. ആര് മുഖ്യമന്ത്രി കസേരയിലിരുന്നാലും ശേഷിക്കുന്ന കാലം ഡൽഹി ഭരണം നിയന്ത്രിക്കുന്നത് കേജ്രിവാൾ തന്നെയാവും. ജയിലിന് പുറത്തിറങ്ങി പാർട്ടി നേതാവ് എന്ന നിലയിൽ ഭരണത്തിന്റെ ചരട് വലിക്കാൻ കേജ്രിവാളിനൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് തന്നെ ആരായിരിക്കും പകരമെത്തുക എന്നതും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. എന്ന് മാത്രമല്ല, അടുത്ത ഫെബ്രുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു എന്ന തരത്തിൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാനും ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ തുടരുന്നതിന് വേണ്ടി ഈ സർക്കാരിനെ വീണ്ടും തെരഞ്ഞെടുക്കണം, ജനങ്ങൾ വോട്ട് ചെയ്താൽ താൻ തന്നെ മുഖ്യമന്ത്രിയാവും എന്ന സന്ദേശം കൊടുക്കാനും കേജ്രിവാളിന് കഴിയും. 4ാം തവണ പൂർണ്ണമായ ജനപിന്തുണയോടെ മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് കേജ്രിവാൾ. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് കേജ്രിവാളിനെ കൊണ്ട് ഇത്തരമൊരു തീരുമാനം എടുപ്പിച്ചത്. ആദ്യം അധികാരത്തിലെത്തിയ കേജ്രിവാളിന് ഭരണത്തിൽ തുടരാൻ സാഹചര്യമുണ്ടായിട്ടും ജനഹിതത്തിനു വേണ്ടി ഇടയ്ക്ക് വെച്ച് രാജിവെച്ച അതേ സാഹചര്യം തുടർന്ന് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ അതേ തന്ത്രമാണ് കേജ്രിവാൾ വീണ്ടും പുറത്തെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയ തന്ത്രത്തിൽ കേജ്രിവാളിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വെള്ളം കുടിക്കുകയാണ് BJPയും കോൺഗ്രസും. അതുകൊണ്ടാണ് രണ്ട് പാർട്ടിയും ഒരേ മനസ്സോടെ കേജ്രിവാളിനെതിരെ രംഗത്ത് വന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം സഹകരിച്ച് മത്സരിച്ചിട്ടും ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസ് സഹകരണം കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് കേജ്രിവാൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിലാണ് ഒറ്റയ്ക്ക് പോരാടി കോൺഗ്രസിനെയും BJPയെയും തോൽപ്പിക്കാൻ കേജ്രിവാൾ വീണ്ടും ഒരു രാജിതന്ത്രം പുറത്തെടുത്തത്. കേജ്രിവാളിന്റെ തന്ത്രത്തിന് മുൻപിൽ ഞെട്ടി നിൽക്കുകയാണ് ഡൽഹിയിലെ കോൺഗ്രസും BJPയും. ഡൽഹിയിൽ നിന്നും ആം ആദ്മിയെ പുറത്താക്കണം എന്നത് BJPയുടെ കഠിനമായ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനൊപ്പം തന്നെയാണ് കോൺഗ്രസും. പക്ഷേ കേജ്രിവാളിന്റെ തന്ത്രങ്ങൾ അവസാന നിമിഷം അധികാരത്തിൽ എത്തിച്ചേക്കും എന്ന് തന്നെയാണ് സൂചനകൾ. ഏതാണ്ട് 154 ദിവസം ജയിലിൽ കിടന്ന് കേജ്രിവാൾ പുറത്തു വരുമ്പോൾ രക്തസാക്ഷി പരിവേഷം തന്നെയാണ് ഡൽഹിയിലെ സാധാരണക്കാർക്കിടയിൽ. അവരുടെ ജീവിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്ത കേജ്രിവാളിനൊപ്പം തന്നെ അവർ ചേർന്ന് നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ദേശീയ തലത്തിൽ മോദിയെ പിന്തുണയ്ക്കുമ്പോഴും സംസ്ഥാനം ഭരിക്കാൻ കൂടുതൽ വിശ്വാസ്യത കേജ്രിവാളിനാണ് എന്ന് ഡൽഹിക്കാർ കരുതുന്നു. രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതി ഇറാനിയെ തന്നെ കേജ്രിവാളിനെ നേരിടാൻ ഡൽഹിയിലേക്ക് BJP കൊണ്ടുവന്നതും കൃത്യമായ കണക്കുകൂട്ടലോടെയാണ്. എന്നാൽ തന്ത്രങ്ങളെല്ലാം തോൽപ്പിച്ച് അധികാരമോഹി എന്ന പേരുദോഷം മാറ്റി വീണ്ടും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അധികാരം തിരിച്ചുപിടിക്കാനുള്ള രാഷ്ട്രീയ ചാണക്യതന്ത്രത്തിലൂടെ കേജ്രിവാൾ രംഗത്ത് വരുമ്പോൾ ഡൽഹിക്കാർ വീണ്ടും പ്രതീക്ഷയിലാണ്. മദ്യനയ അഴിമതി കേസിൽ ആദ്യം ED അറസ്റ്റ് ചെയ്യുകയും ജാമ്യം ഉറപ്പായപ്പോൾ CBI മറ്റൊരു കേസെടുക്കുകയും ചെയ്തതിന് സുപ്രീം കോടതി ഇൻഷുറൻസ് അറസ്റ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. ആ ഇൻഷുറൻസ് അറസ്റ്റിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ രാജ്യദ്രോഹമടക്കമുള്ള ആരോപണങ്ങൾ കേജ്രിവാളിനെതിരെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒന്നും തെളിവ് കണ്ടെത്താനോ കേസാക്കാനോ CBIക്കോ EDക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. മദ്യനയ അഴിമതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് അന്വേഷണം. അതുകൊണ്ട് തന്നെ കേജ്രിവാളിനെതിരെയുള്ളത് വ്യക്തിവിരോധം തീർക്കുന്നതിനും രാഷ്ട്രീയ പകപോക്കുന്നതിനുമുള്ള നീക്കമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ആം ആദ്മിക്കും കേജ്രിവാളിനും കഴിയും. എന്തായാലും ആം ആദ്മിയും കേജ്രിവാളും 4ാം ഭരണത്തിലേക്കുള്ള ചുവടുവയ്പ് തുടങ്ങി വച്ചിരിക്കുന്നു.